രാത്രിയിൽ കുട്ടി കുട്ടി ജോലികളാട്ടോ. ആദ്യം തന്നെ അയിനൂസിന് ചോറ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയോ അല്ലെങ്കിൽ അവൾ കഴിക്കൂലാട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറച്ച് ചോറ് ആവി കയറ്റാൻ വേണ്ടി വെക്കാം കേട്ടോ. അതായത് ഇക്കാക്ക വരുമ്പോഴത്തേക്കും നല്ല ചൂടോടെ ഫ്രഷ് ചോറായിട്ട് ഇരിക്കും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചോറാണേ. എനിക്ക് പൊതുവേ തിളപ്പിച്ച് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ആവിയേറ്റി ചോറ് എടുക്കുന്നതാട്ടോ. അപ്പം നല്ല ഫ്രഷ്നെസ്സൊക്കെ തന്നെ കിട്ടും ചോറ്. പിന്നെ കുറച്ച് പരിപ്പുണ്ടായിരുന്നു രാവിലത്തെ, അത് ഉച്ചക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഒന്ന് ചൂടാക്കി വെച്ചതാണ്. പിന്നെ ചെമ്മീനും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വാപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐനൂസിന് കുറച്ച് പാപ്പമൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ വാപ്പിച്ച് തരുള്ളൂ കേട്ടോ ഐറ്റംസൊക്കെ. അങ്ങനെ ഞാനതെല്ലാം കയ്യോടെ വാങ്ങിച്ചിട്ട് പിന്നെ വാപ്പ അവിടെ എൻ്റെ അടുത്ത് പറയാണ് അവിടെ പാമ്പ് വന്നിട്ടുണ്ട് മോളെ, ഞാനതൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയേക്കോ കേട്ടോ. അപ്പോൾ എൻ്റെ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ കയ്യോടെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐനൂസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് പഴവും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഐനൂസിന് മാത്രമല്ല ഞങ്ങൾക്കും വിശക്കുമ്പോൾ ഇരുന്ന് കഴിക്കാമല്ലോ. ഈ പഴമാകുമ്പോൾ എടുത്ത് വേഗം കഴിക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് 2 തരം, പിന്നെ പഴം, പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പഞ്ചസാര കഴിഞ്ഞു എന്ത് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആളിവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ചാക്കിൻ്റെ ഉള്ളിലാണ് പാമ്പ് ഇരിക്കുന്നത്, മലമ്പാമ്പാണ് കേട്ടോ. അങ്ങനെ അതിനെ കൊണ്ട് ആൾക്കാർ കളയാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഞാനും ഉമ്മയും എൻ്റെ കൊച്ചു വർത്താനത്തിൽ നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഞാൻ ഉമ്മാൻ്റെ അടുത്താട്ടോ പറയുന്നത്. അപ്പോൾ ഉമ്മ അത് കിടന്ന് കേൾക്കാണ്. അപ്പോൾ ഉമ്മ കിടന്നും ഇരുന്നൊക്കെ ആയിട്ട് അത് കേൾത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാപ്പിച്ചിക്ക് പനിയായതുകൊണ്ട് വാപ്പിച്ചി ഹാളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. പുതിയൊരു വീട്ടിലും ബൈ.